നമസ്കാരം. നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയർ വിരാട് കോഹ്ലി ടെസ്റ്റിൽ നിന്ന് വിരമിച്ചു എന്ന വാർത്ത കുറേ നാളുകളായി വന്നിട്ടുള്ളത്. ഇനി പുതിയ വരാൻ പോകുന്ന ഇംഗ്ലണ്ട് ഇന്ത്യ ടൂർണമെൻറ്റ്, അവിടെ വിരാട് കോഹ്ലിയുടെ അഭാവം വളരെയധികം ഇമ്പാക്റ്റ് നമ്മുടെ ഇന്ത്യൻ ടീമിലുണ്ടാകും. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഈ ടെസ്റ്റിൽ ഇന്ത്യ തോൽക്കുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, വിരാട് കോഹ്ലി തിരിച്ച് ടെസ്റ്റിൽ വരണം. കാരണം വിരാട് കോഹ്ലി റിട്ടയർഡ് ആവാൻ പോകുന്ന സമയമല്ല ഇത്. 38 വയസ്സായ വിരാട് കോഹ്ലി എന്തുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ടെസ്റ്റിൽ നിന്ന് വിരമിച്ചു? അതാണ് എൻ്റെ ചോദ്യം. 38 വയസ്സായ വിരാട് കോഹ്ലി ടെസ്റ്റിൽ നിന്ന് എന്തുകൊണ്ട് വിരമിച്ചു? ഒരു 42 ഇയേഴ്സ് വരെ ടെസ്റ്റിൽ കളിക്കാൻ, മേ ബി മോർ, ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ ദ ഫിറ്റ്നസ്, കളിക്കാൻ പറ്റുന്ന ഒരു താരമാണ് വിരാട് കോഹ്ലി. പിന്നെ എന്തുകൊണ്ട് ഒരു 38 വയസ്സിൽ ടെസ്റ്റിൽ നിന്ന് വിരമിച്ചു? അത് അവിടെ എന്താണ് വിരാട് കോഹ്ലിക്കുണ്ടായ ഒരു പ്രഷർ, ഓർ ടീമിൽ നിന്നുണ്ടായ ഒരു നെഗറ്റീവ്സ്, വാട്ട് എവർ ഇറ്റ് ഈസ്, വിരാട് കോഹ്ലി അത് എന്താണെന്നെങ്കിൽ അത് തുറന്ന് പറയണം. ഇപ്പോൾ ഗൗതം ഗംഭീർ വിരാട് കോഹ്ലി തമ്മിലുള്ള ഇഷ്യൂ പല കളികൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ പുതിയ പ്ലെയേഴ്സുകൾക്ക് വേണ്ടി ചാൻസ് കിട്ടുവാൻ വേണ്ടി ഗൗതം ഗംഭീറും അതുപോലെ തന്നെ ഇന്ത്യൻ മാനേജ്മെൻറ്റും ചെയ്യുന്ന ഒരു പ്രഷറാണോ ഈ വിരാട് കോഹ്ലിയെ തഴയാനുണ്ടായ കാരണം? അതോ വിരാട് കോഹ്ലി സ്വമേധയാ ടീമിൽ നിന്നും വിരമിച്ചതാണോ? ഒരു ക്രിക്കറ്റ് പ്രേമിയായ ഒരു ആരാധകനെ അത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിന് ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്. ഈ ടെസ്റ്റ് മാച്ച് എന്തെന്ന് വെച്ചാൽ, അതൊരു എന്താണ് ക്രിക്കറ്റ് എന്ന് കാണിച്ചു തരുന്ന ഒരു കളിയാണ് ടെസ്റ്റ്. അപ്പോൾ അത് എന്തുകൊണ്ട് വിരമിച്ചു എന്താന്ന് വെച്ചാൽ, വിരാട് കോഹ്ലിയുടെ ആ ഒരു ബാറ്റിംഗ് എന്നതല്ല, ടീമിൽ ഉണ്ടാവുന്ന ഒരു എനർജി, ആളുടെ ഈവൻ ഫീൽഡിംഗ് ആയാലും ബാറ്റിംഗ് ആയാലും ടീം പ്ലെയേഴ്സുകൾക്കും ആൾ കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ, ഒരു പോസിറ്റീവ് എനർജി, അത് വേറെ ഒരു പ്ലെയേഴ്സുകൾക്കും കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടൊക്കെ തന്നെ വിരാട് കോഹ്ലി മേ ബി മോർ 42 ഇയേഴ്സ് he should play in Indian cricket in test match. Thank you.